സരസ്വതി വിദ്യാമന്ദിർ നന്മണ്ട രാമായണ മാസാചരണം 24-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ വിദ്യാർത്ഥിനിയായ നിയ ഉണ്ണികൃഷ്ണൻ. നമസ്തേ. കർക്കിടക മാസം എല്ലാ ദിവസവും ഹിന്ദു ഭവനങ്ങളിൽ രാമായണ പാരായണം പതിവുണ്ട്. എന്തുകൊണ്ട്? രാമായണം നമുക്ക് അനേകം ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്. വേദാന്തപരമായ തത്വങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കർത്തവ്യം. തത്വങ്ങൾ മാത്രമായി പറയുമ്പോൾ പറയുന്നവനും കേൾക്കുന്നവനും മടുപ്പ് തോന്നാം. അതിനാലാണ് ഇവ കഥകളുടെ അകമ്പടിയോടെ സരളമായി സരസമായി പറയപ്പെടുന്നത്. ഏതൊരു കാര്യവും ഗുരുവന്ദനയോടെ തുടങ്ങുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ടത്രേ രാമായണവും ഇഷ്ടദേവതാ വന്ദനത്തോടെ തുടങ്ങുന്നത്. രാമായണത്തിന്റെ ഓരോ കാണ്ഡങ്ങളും നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടു കിടക്കുന്നു. മനസ്സിനെ നിർമ്മലമാക്കുന്ന ഒരുപാട് സാരോപദേശങ്ങളും രാമായണത്തിലുണ്ട്. രാമായണത്തിലെ ആത്മസംഘർഷത്തിൽപ്പെട്ട് ആടിയുലഞ്ഞ് ഒടുവിൽ ധർമ്മത്തിന്റെ വഴി അവലംബിക്കുന്ന കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും തുടങ്ങി രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും ആത്മസംഘർഷം വേട്ടയാടുന്നുണ്ട്. അണിയറയിൽ നിൽക്കുമ്പോഴും അർത്ഥഗർഭമായ അസാന്നിധ്യത്തിലൂടെ സജീവ ശ്രദ്ധ ആകർഷിക്കുന്ന കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. തങ്ങളുടെ കർമ്മങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നവൻ എന്നും എങ്ങും ആദരിക്കപ്പെടും എന്ന സന്ദേശമാണ് രാമായണം ഊർമിള എന്ന കഥാപാത്രത്തിലൂടെ നൽകുന്നത്. വനവാസത്തിന് രാമലക്ഷ്മണന്മാർ പോകുമ്പോൾ ഊർമിളയുടെ മൗനവും അസാന്നിധ്യവും ശ്രദ്ധേയമാണ്. കുടുംബത്തിലെ കാര്യങ്ങളും മാതാക്കളുടെ ശുശ്രൂഷയും അടക്കം എല്ലാ കാര്യങ്ങളും വളരെ കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നത് മൂലം ഊർമിള രാമനു പോലും ആദരിക്കുന്ന സ്ഥാനത്തെത്തുന്നു. താന്താങ്ങളുടെ പ്രവൃത്തികൾ കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്നതാണ് മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന സന്ദേശം രാമായണം നൽകുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ കർക്കിടക ദിനങ്ങൾ ആശംസിക്കുന്നു.